അപ്പോൾ ശരിക്കും പരിപാടി അവസാനിക്കാൻ ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. എൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടി കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് ശരിക്കും നന്ദി പറയാനുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു കർത്തവ്യം എന്ന് പറയുന്നത്. നന്ദി പറയാനുള്ളത്, തുടക്കത്തിൽ നമ്മുടെ സുമയ്യ പറഞ്ഞ പോലെ ഇന്നൊരു വർക്കിംഗ് ഡേ ആയിരുന്നിട്ട് പോലും ജീവിതത്തിൽ ഒരുപാട് തിരക്കുകൾ കൊണ്ട് ഒരു പക്ഷേ ഒഴിവായേക്കാവുന്ന ഒരു പ്രോഗ്രാമായിട്ട് പോലും നിങ്ങൾ സമയം കണ്ടെത്തി ഇവിടെ എത്തി എന്നുള്ളത് തന്നെയാണ് ആദ്യം അഭിനന്ദനം അറിയിക്കുന്നത്. ഇവിടെ വന്ന എല്ലാവരെയും ആദ്യം ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. കാരണം ആ സമയം കണ്ടെത്തി വരിക എന്നുള്ളത് പ്രാധാന്യമാണ്. സമയം എല്ലാവർക്കും ഉണ്ടായിരുന്നു അല്ലെ, എക്സ്ക്യൂസും എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ എക്സ്ക്യൂസിലുപരി ഇവിടെ വരേണ്ടത് ആവശ്യമാണ്, അത്യാവശ്യമാണെന്ന് അറിഞ്ഞ് ഇവിടെ വന്ന ഏവരെയും സത്യം പറഞ്ഞാൽ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. 2, എൻ്റെ പേര് വിനീത്, സ്വന്തം സ്ഥലം തിരുവനന്തപുരം. ഏകദേശം ഒരു 19 വർഷം ഇന്ത്യൻ എയർഫോഴ്സിൽ ഉദ്യോഗസ്ഥനായിരുന്നു. 1.5 വർഷം മുന്നേ ആ ജോലി, 1.5 ഏകദേശം 2 വർഷം ആകാറായി, ആ ജോലി വേണ്ടാന്ന് എഴുതി കൊടുത്തിട്ട് ഈ ബിസിനസ് ലൈഫ് ടൈം കരിയറായിട്ട് ഏറ്റെടുത്ത് ചെയ്യുന്നു. കഴിഞ്ഞ ഒരു 18 മാസത്തോളമായി ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുവാണ്. ഈ ബിസിനസ്സിൽ ഇന്ന് റീജിയണൽ ടീം കോർഡിനേറ്റർ എന്ന റാങ്ക്, ഏകദേശം 2.5 കോടി രൂപയ്ക്ക് മേലെ ഉൽപ്പന്നങ്ങൾ ടീമിലൂടെ വിറ്റഴിക്കപ്പെടുകയും ടീം കോർഡിനേറ്റർ പോലുള്ള റാങ്ക് ഏകദേശം 19ഓളം റാങ്ക് അച്ചീവേഴ്സിനെയും കഴിഞ്ഞ 18 മാസം കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഇന്ന് ഒരുപാട് പേര് പുതിയ വ്യക്തികളുണ്ട്. ചിലര് ഇതിന്റെ സാധ്യത അറിയാൻ വേണ്ടി ഈ ഹാളിൽ വന്നിരിക്കുന്നവരുണ്ട്. ചിലര് ഈ കയ്യിൽ വന്ന സാധ്യത കുറച്ചുകൂടി പൊലിപ്പിക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ചിലർ ഇതൊന്നും അറിയില്ല, ആരോ നിർബന്ധിച്ചു എന്നാ വന്നിരുന്ന് 2 മണിക്കൂർ കേട്ടിട്ട് പോകാമെന്നിരിക്കുന്നവരുണ്ട്. പക്ഷെ എങ്ങനെ തന്നെയാണെങ്കിലും എങ്ങനെ വന്നു എന്നതിലുപരി ഇവിടെ നിന്ന് എന്ത് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് പ്രാധാന്യം അർഹിക്കുന്നത്. വന്നതിൽ വിഷയമല്ല, ഇനി അങ്ങോട്ട് എങ്ങനെ എന്നുള്ളത് മാത്രമാണ് പ്രാധാന്യം അർഹിക്കുന്നത്. ഇവിടെ സൽമാൻ വളരെ സമയമെടുത്ത് തന്നെ ആ ഒരു അവസരം നിങ്ങളിൽ എത്തിച്ചു. അത് അവസരമാണ് നിങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ എന്ന തോന്നൽ ദൈവം ഉണ്ടാക്കി തരട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഈ അവസരം പുറമെ തേടുന്നവർ ലക്ഷക്കണക്കിനുണ്ട്. അതിൽ കുറച്ചു പേര് മാത്രമാണ് ഈ ഹാളിലുള്ളത്. അതിലും കുറച്ചു പേര് മാത്രമായിരിക്കും ഇതിനെ തിരഞ്ഞെടുക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, ഇതൊരു അവസരമാണ്. അവസരം പ്രയോജനപ്പെടുത്തുന്നവർക്ക് മാത്രമേ ഉള്ളൂ. ഈ അവസരം പ്രയോജനപ്പെടുത്തിയവരൊക്കെ ഈ ബിസിനസ്സിലൂടെ വലിയ വിജയങ്ങൾ നേടിയിട്ടുമുണ്ട്. കാരണം അക്കങ്ങൾ വെച്ചാണ് ഈ ബിസിനസ് നേടുന്നത്. അതായത് നേട്ടങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ടാണ് നേട്ടങ്ങൾ. അതായത് ഇവിടെ തിയറി മാത്രം കാണിച്ചാൽ മതിയായിരുന്നെങ്കിൽ പ്രസന്റേഷൻ കഴിഞ്ഞ് നമുക്ക് ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാമായിരുന്നു. പക്ഷേ ഇതിലൂടെ ഒരു ജീവിതമുണ്ട്, ഒരു തീരുമാനം എടുത്താൽ ഒരു പക്ഷേ ജീവിതം പച്ച പിടിക്കും എന്നൊരു ആവേശവും ആഗ്രഹവും കൊണ്ട് തീരുമാനമെടുത്ത് ഇതിന്റെ പിന്നാലെ ഓടിയ ഒരുപറ്റം ആളുകളുടെ ചെറുതും വലുതുമായ നേട്ടങ്ങളാണ് ഈ സ്റ്റേജിലൂടെ നിങ്ങൾ ഓരോരുത്തരും കണ്ടത്. ഇന്ന് ഇവിടെ ഇവരാണെങ്കിൽ നാളെ നമ്മളാണ് എന്നുള്ള സത്യം മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ ഈ ബിസിനസ് നിങ്ങൾക്ക് ഏവർക്കും ഏറ്റെടുക്കാൻ പറ്റും. ഈ ബിസിനസിന്റെ തുടക്കം എങ്ങനെയെന്ന് ഞാൻ എന്താ ചെയ്തതെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഞാൻ എയർഫോഴ്സിൽ നിന്ന് ഇറങ്ങി, എനിക്ക് ആവശ്യമുള്ള കുറേ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ ഞാൻ തയ്യാറായി. ആ ഉൽപ്പന്നങ്ങൾ നല്ലതാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ അത് പറയാനുള്ള ഒരു മനസ്സും കൂടി ഞാൻ കാണിച്ചു. അങ്ങനെ എന്നെ വിശ്വസിച്ച് വളരെ ചുരുക്കം ആളുകൾ ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങിയതിലൂടെ, പിന്നെ ഈ ഉൽപ്പന്നം പണി ചെയ്യാൻ തുടങ്ങിയതിലൂടെ ഞാൻ പോലും അറിയില്ലാത്ത കൊല്ലം ജില്ലയിൽ നിന്ന് 2 കോടി രൂപയ്ക്ക് മേലെ വിറ്റുവരവ് നടന്നിട്ടുണ്ടെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ, ഇതിൽ ജീവനുള്ള ഉൽപ്പന്നങ്ങളാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ബാക്കി നമ്മളൊരു വഴികാട്ടി മാത്രമാണ്. ജീവിതത്തിൽ രാവിലെ മുതൽ രാത്രി വരെ നെട്ടോട്ടം ഓടുന്ന ഒരുപറ്റം ആളുകളുടെ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ചിലപ്പം അതേ സമൂഹത്തിൽ ഒരു അംഗം കൂടിയായിരിക്കും നമ്മൾ. അങ്ങനെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ ഓടുന്ന പെടാപ്പാടിൽ 1000-ഓ 2000-ഓ 5000-ഓ 10,000 എങ്കിലും ഒരു മാസം സൃഷ്ടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ഇത് എന്ന് ദൈവം എവിടെയെങ്കിലും ഒരു ചിന്ത തന്നിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിന് നന്ദി പറയുക. കാരണം അവിടെ നിന്നാണ് ഈ ബിസിനസ് തുടങ്ങുന്നത്. ആ തുടങ്ങിയ തുടക്കമാണ് ഈ 18 മാസം കൊണ്ട് 2.5 കോടി രൂപയ്ക്ക് മേലെ ടേൺ ഓവറിൽ എത്തിക്കാൻ എന്നെ കൊണ്ട് സഹായിച്ചത്. ഇന്നും ഞാൻ ആർക്കും പ്രചോദനമായിട്ടില്ല. പക്ഷെ ഒറ്റ കാര്യം ഞാൻ ഇന്ന് പറയാറുണ്ട്, ഞാൻ ഉണ്ടാവും കൂടെ. ഇതിനപ്പുറം എനിക്ക് ഇന്നേ വരെ പറയാനും അറിയില്ല. ഞാൻ ഇനിയും അതേ പറയത്തുള്ളൂ. ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ പോവാണ്. പിന്നിൽ 1000 പേരുണ്ട് എന്ന ധൈര്യം മുന്നിലുള്ള ഒരാൾക്കുണ്ടെങ്കിൽ ഈ യുദ്ധം ജയിക്കാൻ പറ്റും. പക്ഷേ മുന്നിൽ ഒരാളുണ്ട് എന്ന ധൈര്യം പിന്നിലുള്ള 1000കണക്കിന് ആളുകൾക്ക് പകർന്നു കൊടുക്കാൻ പറ്റിയാലോ ലോകം തന്നെ കീഴടക്കാൻ പറ്റും. ഈ ബിസിനസ്സും അങ്ങനെയാണ്. മൈ ലൈഫ് സ്റ്റൈൽ എന്നൊരു ബിസിനസ് മുന്നിലുണ്ട് എന്ന ധൈര്യത്തിൽ ഓടുന്ന ഒരുപറ്റം ആളുകളുണ്ട്. GCI എന്നൊരു ഓർഗനൈസേഷൻ മുന്നിലുണ്ട് എന്ന ധൈര്യത്തിൽ ഓടുന്ന ഒരുപറ്റം ആളുകളുണ്ട്. അനീസ് സാർ, അനൂപ് സാർ പോലുള്ളവർ ആ ഒരു നമുക്ക് താങ്ങും തണലുമായി ഉണ്ട് എന്നുള്ള ധൈര്യത്തിൽ ഓടുന്ന ഒരുപറ്റം ആളുകളുണ്ട്. അങ്ങനെ വിനീത് എന്ന് പറയുന്ന ഒരാളുണ്ട് മുന്നിൽ എന്ന് പറഞ്ഞ് മുന്നിലോടുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ എന്നെ കൊണ്ട് പറ്റുമെന്ന ദൃഢനിശ്ചയം എനിക്ക് ഉള്ളത് കൊണ്ട് ഈ ബിസിനസ് നെഞ്ചിലേറ്റ് ചെയ്യുന്നു. സാധാരണ
സാധാരണക്കാരോ അസാധാരണക്കാരോ എന്നൊരു ഒരു ഭേദവ്യത്യാസമേ ഇവിടെ ഇല്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, വിജയിക്കണമെന്ന അഭിനിവേശമുണ്ടോ ഇല്ലയോ. ഉണ്ടെങ്കിൽ ഈ ബിസിനസ് കൂടെ നിൽക്കും, ഇല്ലെങ്കിൽ ഈ ബിസിനസ് ഒരു കാലത്തും ഒരു പ്രയോജനം ആർക്കും തരില്ല. കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ച് നല്ലതെന്ന് തോന്നി നല്ലതാണെന്ന് പറയാനുള്ള മനസ്സ് നിങ്ങളിലുണ്ടെങ്കിൽ ജീവിതം മാറാനുള്ള ഒരു വഴി തെളിഞ്ഞു വരും. അപ്പൊ ഇന്ന് ഏവർക്കും എല്ലാവരെയും ഒന്നുകൂടി ഞാൻ എന്താ പറയുക അനുമോദിക്കുവാണ്. ജീവിതത്തിൽ വളരെ വിലപ്പെട്ട കുറച്ച് സമയം കണ്ടെത്തി ഇവിടെ വന്നതിന്. പിന്നെ ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് അനീസ് സാറിനാണ്. കാരണം നമ്മുടെ ഒരു കുഞ്ഞു ടീമിന്റെ ആദ്യത്തെ ഒരു പ്രോഗ്രാമാണ് അല്ലെ, കുടുംബ സംഗമം എന്ന് ആദ്യം നമ്മുടെ നിർമ്മിക്കുട്ടി പറഞ്ഞ പോലെ കുടുംബ സംഗമം. അതായത് നമ്മുടെ കുടുംബത്തിലുള്ള ചില ആളുകളുടെ ഒരു കൂട്ടായ്മ മാത്രമാണിത്. ഇനി വരും മാസങ്ങളിൽ ഇത് വലിയ പ്രോഗ്രാം ആക്കി മാറ്റേണ്ടതും നമ്മൾ ഓരോരുത്തരുമാണ്. ഇത് അവരവരുടെ ബിസിനസ് ആണെന്നും അവരവരുടെ ട്രീ സ്ട്രക്ചർ വളർത്തിയെടുക്കേണ്ടത് അവരവരുടെ ആവശ്യമാണെന്നും തിരിച്ചറിഞ്ഞ് ഇനിയുള്ള ബിസിനസ്സുകൾ ഇനിയുള്ള പ്രോഗ്രാമുകളൊക്കെ നിരന്തരം ഉപയോഗിക്കാൻ പറ്റുന്ന തലത്തിലോട്ട് മാറ്റിയേ പറ്റൂ. ജീവിതത്തിൽ മാറ്റം ഉണ്ടാകണമെങ്കിൽ, ഇല്ലെങ്കിൽ യാതൊരു നിർബന്ധവും ഇല്ല. ഇപ്പൊ ഇന്ന് വളരെ എന്താ പറയുക ലളിതമായിട്ട് സൽമാൻ പ്ലാൻ പ്രസന്റേഷൻ നടത്തി. ജീവിതത്തിൽ ആദ്യമായിട്ട് മൈലേജ് സ്റ്റൈൽ പ്രോഗ്രാമിന്റെ ആങ്കറിങ് നമ്മുടെ സുമയ്യ മാഡം നടത്തി. അത് കണ്ട് രസിക്കാൻ എന്താ പറയാ ഹസ്ബൻഡ് ഏറ്റവും പിന്നിൽ ഇരുന്ന് സന്തോഷത്തോടെ ഇന്ന് ഇവിടെ നിന്ന് പോകുന്നതായിരിക്കും. അപ്പൊ എന്തായാലും എല്ലാവരും കുടുംബത്തിൽ നമ്മളെ ചെറിയ സന്തോഷങ്ങളിലും ആഹ്ലാദിക്കാൻ പറ്റുമ്പോഴാണ് ജീവിതം മനോഹരമാകുന്നത്. വലിയ സന്തോഷങ്ങൾ തേടി പോയിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഉള്ളത് ചെറുതാണെങ്കിലും അതിൽ സന്തോഷവും ആഹ്ലാദവും കണ്ടെത്താൻ പറ്റുമ്പോഴാണ് ജീവിതം മനോഹരമാകുന്നത്. ഈ ബിസിനസ്സിലും ചെറുതെങ്കിൽ ചെറുത് ഒരു നേട്ടം നേടുമ്പോൾ എന്നെ കൊണ്ടും പറ്റും എന്ന് മനസ്സ് എന്ന് പറഞ്ഞു തുടങ്ങുന്നു, അന്ന് ഈ ബിസിനസ്സിൽ വിജയം തുടങ്ങും. അതുവരെ ആരും കാണില്ല കൂടെ. പക്ഷെ നമ്മുടെ മനസ്സ് എന്ന് പറയുന്നു ഇത് എന്നെ കൊണ്ടും പറ്റും, ആ നിമിഷം തുടങ്ങും നമുക്ക് ഈ ബിസിനസ്